ശ്രീ മധു, കട്ടിംഗ് സൗത്ത് നടത്തിപ്പിനായി സംഘാടകർ കാനഡ ഫണ്ട് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ. കനേഡിയൻ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാർ ഉണ്ടാക്കി സംഘാടകർ $4000 കൈപ്പറ്റിയിരുന്നു. പക്ഷേ ഇതിന് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നില്ല, അനുമതി തേടിയിരുന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ദക്ഷിണ ഭാരതത്തിൽ നിന്നും വിഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ കട്ടിംഗ് സൗത്ത് വാദക്കാരുടെ പരിശ്രമം. അത് കേരളത്തിൽ നിന്നാണ് അതിന്റെ ഒരു പ്രഭവം എന്നത് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ഒരേ തൂവൽ പക്ഷികളായി നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് ഈ വിഘടന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളത്ത് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു കട്ടിംഗ് സൗത്ത് കോൺഫറൻസ് നടത്തിയത്. അതിന് കേരള മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന സെഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങളുടെ പോക്ക്. വിദേശ ഫണ്ട് ഇതിന് മാത്രമല്ല, കോടിക്കണക്കിന് വിദേശ ഫണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അറിയപ്പെടുന്ന പല ബുദ്ധിജീവികളുടെയും പല പ്രസ്താവനകൾക്കും അക്ഷരമെണ്ണി പണം വരുന്നു എന്നാണ് ഒരു അടക്കം പറച്ചിലുള്ളത്. അപ്പൊ ഇത് കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം അടുത്ത കാലത്ത് ഈ സിഖ് ഭീകര പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഭാരതത്തിന്റെ വിഘടന തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കാനഡയിലൂടെ പണം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വിദേശ പണം കൈപ്പറ്റുവാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. അതും അംഗീകൃത സംഘടനകളിലൂടെയാണ് വരേണ്ടത്. അപ്പൊ അംഗീകാരം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പണം നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് അവസ്ഥ. അപ്പം കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ആഖ്യാന നിർമ്മിതി വളരെ വ്യാപകമായി നടക്കുന്നു. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് ഇതെന്നാണ് പറയാനുള്ളത്. ശ്രീ മധു, അതുമാത്രമല്ല, നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിഘടനവാദം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കട്ടിംഗ് സൗത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വലിയ വിവാദമായപ്പോൾ അതിൻ്റെ പേര് ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ മാറ്റാൻ സംഘാടകർ ശ്രമിക്കുകയുമുണ്ടായി. പക്ഷേ ഈ $4000 കൈപ്പറ്റിയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിന് സംഘാടകർ വിശദീകരണം നൽകിയിട്ടുമില്ല. അപ്പോൾ ഈ തുക എങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് എന്ന മുഖേന വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു, പക്ഷേ ഇത് ഏതിനോട്ടൊക്കെ ചിലവഴിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. വിഘടന തീവ്രവാദ പ്രവർത്തനത്തിന് ആശയപരമായ അടിത്തറ ഉണ്ടാക്കാനാണ് ഇവർ ആദ്യം ഫണ്ട് ഉപയോഗിക്കുക. സായുധമായ കലാപമായി അത് പിന്നീടാണ് മാറുക. അപ്പൊ ഏതൊരു സായുധ കലാപത്തിനും ആദ്യം ഉണ്ടാവേണ്ടത് ആശയപരമായ അടിത്തറയാണ്. ഇത് തന്നെയായിരുന്നു ഖാലിസ്ഥാൻ വിഘടനവാദ പ്രവർത്തനത്തിന്റെ പിന്നിലും നടന്നത്. ഇപ്പോ നമുക്കറിയാം 80കളില് പഞ്ചാബില് ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം. ഇപ്പൊ ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനത്തിന്റെ കേന്ദ്രം കാനഡയാണ്. അപ്പൊ ഇത് ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. കാരണം ഭാരതം ലോകരാഷ്ട്രങ്ങളിൽ ശക്തമായി വരുന്നു. അപ്പൊ സാമ്പത്തികമായി ശക്തമാകുന്നു, സായുധമായി ശക്തമാകുന്നു. അപ്പൊ ഭാരതത്തെ ഏത് തരത്തിലും ദുർബലപ്പെടുത്തണം. അതിന് പുതിയ പുതിയ നരേറ്റീവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ആര്യൻ ഇൻവേഷനൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ആര്യൻ ഇൻവേഷന്റെ ഒക്കെ മുനയൊടിഞ്ഞു. ആര്യാധിനിവേശം എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഒക്കെ മുനയൊടിഞ്ഞു. അപ്പൊ പുതിയ സിദ്ധാന്തങ്ങളുമായി ഒരു ദ്രാവിഡവാദം ഉയർത്തി ദക്ഷിണ ഭാരതം ഉത്തര ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു പ്രദേശമാണ്. ഹിന്ദിക്കെതിരെയുള്ള പ്രക്ഷോഭം, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യം ഇവർ ആശയപരമായ അടിത്തറയാണ് ഒരുക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മുടെ മുഖ്യധാരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചില സാഹിത്യകാരന്മാര്, കലാകാരന്മാര്, എഴുത്തുകാരെ ഒക്കെ ഇവര് വിലക്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ രാഷ്ട്രവിരുദ്ധമായ, ഇപ്പൊ പൊതുവെ അവരൊരു BJP വിരുദ്ധമായ പ്രസ്താവന, അല്ലെ നരേന്ദ്രമോദി വിരുദ്ധമായ പ്രസ്താവന എന്നുള്ള നിലയ്ക്കാണെങ്കിലും അവരുടെ ഇതിന്റെ എല്ലാം ആന്തരികമായ ഉദ്ദേശം ഒന്നാണ്. BJP വിരുദ്ധം, ഹിന്ദു വിരുദ്ധം, നരേന്ദ്രമോദി വിരുദ്ധം എന്ന് പറഞ്ഞ് ഇത് ആത്യന്തികമായി രാഷ്ട്രവിരുദ്ധമാണ്. നമുക്കറിയാം JNU ആയിരുന്നു ഒരു കാലത്തിന്റെ കേന്ദ്രം. അവിടെ ഭാരത് തുക്കടെ ഹോങ്കെ ഇൻഷാള്ള എന്ന മുദ്രാവാക്യം വിളിച്ചതാരാ? ആ മുദ്രാവാക്യം വിളിക്കുന്ന അതേ സമയത്ത് തന്നെ കേരൾ മാംഗെ ആസാദി എന്ന് വിളിച്ചത് നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികളായ മുസ്ലിങ്ങളാണ്. അപ്പൊ കേരളത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് സ്വാതന്ത്ര്യം? ഭാരതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അപ്പൊ കേരളത്തെ ഭാരതത്തിൽ നടത്തി മാറ്റാൻ, അല്ലെ തമിഴ്നാടിനെ ഭാരതത്തിൽ നടത്തി മാറ്റാൻ വേണ്ടിയിട്ടുള്ള
ഒരു നിഗൂഢ പരിശ്രമം. അപ്പം അത് ഭാരതത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗോള ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് എന്ന് നമുക്ക് നിസ്തർക്കമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പണം ഇവിടുത്തെ പല മാധ്യമങ്ങളിലേക്കും പോകുന്നുണ്ട്, പല എഴുത്തുകാരിലേക്കും പോകുന്നുണ്ട്, പല സാഹിത്യകാരന്മാരിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള ആശയ അടിത്തറ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണം ഉപയോഗിക്കുന്നത്. ശ്രീ എൻ.ആർ. മധു, ഒരു കാര്യം കൂടി, നമുക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോൺക്ലേവിൽ ഉൾപ്പെട്ട പത്രപ്രവർത്തക സംഘടനകളെയും അറിയാം. പത്രപ്രവർത്തനം, മാധ്യമധർമ്മം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ സ്വഭാവം മാറ്റുന്ന ഒരു രീതി, അതും അപകടകരമായ ഒരു അപകടകരമായ ഒരു സാഹചര്യമല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമായ, സംസ്കാര വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, മാനവിക മൂല്യവിരുദ്ധമായ മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അതിനെ കൊട്ടിഘോഷിക്കാനും അത്തരം അക്ഷരമുന്തികൾക്ക് അവാർഡുകൾ നൽകാനും ഒക്കെ ഇവിടെ പലരും തയ്യാറാകുന്നു. നമ്മുടെ ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പല പത്രങ്ങളും ഇന്ന് അതിന്റെ എഡിറ്റ് പേജുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായ ദേശവിരുദ്ധമായ ലേഖനങ്ങൾ, ദേശവിരുദ്ധമായ നിലപാടുകളാണ് ആ പത്രങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഈ പത്രങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള മൂലധനം ഇന്ന് എവിടെ നിന്ന് വരുന്നു എന്ന കാര്യത്തിൽ പോലും നമുക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം സത്യത്തില് ഒരു കാലത്ത് അന്തസ്സുള്ള ഒരു ഉപജീവന മാർഗമായി കണ്ടുവെങ്കിൽ ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ദേശവിരുദ്ധ ശക്തികളുടെ ഒളിയിടമായി മാറിയിരിക്കുന്നു. അപ്പൊ ദേശീയവാദികളായ മാധ്യമ പ്രവർത്തകരും ദേശവിരുദ്ധരായ മാധ്യമ പ്രവർത്തകരും എന്ന് ഇന്ന് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാധ്യമം എന്ന് പറയുന്നത് ആശയപ്രചരണത്തിന്റെ ഉപാധിയാണ്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇവർ ചില മാധ്യമങ്ങളെ വിലക്കെടുത്തിയിരിക്കുകയാണ്. അത്തരം മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ നൽകാനും വിദേശ യാത്രകൾ തരപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഈ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അത് ഒരിനം സാമ്പത്തിക ധീരവാദവും കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.